മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, ഇന്ന അഹമ്മ അംരിക്കും ഇൻദി അസ്സലാഹ്. ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലത്ത് സമൂഹത്തോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ നിങ്ങളോട് ഏറ്റവും പ്രാധാന്യപൂർവ്വം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിസ്കാരത്തിന്റെ കാര്യമാണ്. ഫമൻ ഹഫിളഹാ വഹഫള അലൈഹാ, ആര് ആ നിസ്കാരത്തിൽ കണിശതയുള്ളവനാണോ, അതിൽ സൂക്ഷ്മത പുലർത്തുന്നവനാണോ, ഹഫിള ദീനഹു, അവന്റെ ദീനവൻ സംരക്ഷിക്കും. വമൻ ലയ്യഅഹാ, അത് കൃത്യതയില്ലാത്ത മക്കളാണോ, ശ്രദ്ധിച്ചോളണം, ഫഹുവ ലിമാ സിവാഹാ ളിയ, ബാക്കിയുള്ളതൊക്കെ അവൻ മോശമായിരിക്കും, ബാക്കിയുള്ളതിലൊക്കെ അവൻ മോശമായിരിക്കും എന്ന്. രക്ഷിതാക്കളെ, ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വരെ അല്ലാഹു തആല കൽപ്പിച്ചതെന്താ? വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, വഅ്മുർ അഹ്ലക, നിന്റെ കുടുംബത്തോട് നീ കൽപ്പിക്കണം, ബിസ്സലാഹ്, നിസ്കാരത്തിന്റെ കാര്യം കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിന് മടുപ്പുണ്ടാകാൻ പാടില്ല. ഒരിക്കൽ പറഞ്ഞു കേൾക്കുന്നില്ല, 2 കൊല്ലം പറഞ്ഞു നോക്കി കേൾക്കുന്നില്ല, 3-ാം കൊല്ലവും പറയണം. മടുപ്പില്ലാതെ നിരാശയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാ വസ്തബിർ അലൈഹ എന്ന് പറയുന്നത്. നല്ല സ്ഥിരമായ ക്ഷമ നിനക്കതിൽ വേണം. പറഞ്ഞിട്ടൊന്നും കേൾക്കില്ല, നിന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയാൻ പാടില്ല ഒരു രക്ഷിതാവ് എന്നാണ്. വസ്തബിർ അലൈഹ, അതിൽ നീ നിലനിൽക്കണം. നല്ല ക്ഷമ, സ്ഥിരോത്സാഹത്തോടെ, ക്ഷമയോടെ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താണ് അതിൻ്റെയൊക്കെ പ്രത്യേകത? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാഹ്, തന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാറുണ്ടായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം എന്നാണ് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മഹത്വമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. ആരാവരൊക്കെ മഹാന്മാരായ പ്രവാചകന്മാര് പോലും അവരുടെ മക്കളോട് നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെ ഒക്കെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി, ഇബ്രാഹിം നബിയുടെ ദുആയാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, റബ്ബേ നീ എന്നെ നിസ്കാരം സമയത്ത് കൃത്യമായി നിലനിർത്തുന്നവരിൽ ചേർക്കണേ. വമിൻ ദുർരിയതി, തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ മക്കള്, മക്കളുടെ മക്കള്, മക്കളുടെ മക്കള്, ഇവരൊക്കെ നിസ്കാരം നിലനിർത്തുന്നവരാകണം. എത്ര ഗൗരവമാണ്! നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോ? നമ്മളവർക്ക് പകർന്നു കൊടുത്തോ? കൂടെ കൂട്ടിയോ? ഉള്ള സമയത്ത് കൂടെ കൂട്ടിയോ? ഒപ്പം കൊണ്ട് നടന്നോ? അവരെ അത് ശീലിപ്പിച്ചോ? അവരതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോ? ഈ ഉത്തരവാദിത്തം നമുക്കുണ്ട് സഹോദരങ്ങളെ.